അപ്പൊ ഞാനിപ്പോ ചേട്ടനോട് ചോദിക്കാൻ പോണ ഒരു ചോദ്യമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പൂരത്തിന് സാമ്പിൾ വെടിക്കെട്ട് നടത്തി കുറെ പേര് മരിച്ചില്ല, 10-14 പേര് മരിച്ചല്ല. അപ്പൊ നമുക്ക് ചേട്ടന് ഈ വെടിക്കെട്ടിനോട് താല്പര്യമാണോ? താല്പര്യം കുറവാണ്. അപ്പൊ അമ്പലങ്ങളിലൊക്കെ വെടിക്കെട്ട് വേണമെന്നാണ് അതാ വേണ്ടെന്നാണോ ചേട്ടൻ? തീർച്ചയായിട്ടും അത്രയും ജനം കുറയും. വെടിക്കെട്ടുണ്ടെങ്കിൽ അത്രയും ജനം കുറയും. കാരണം ഇപ്പൊ തന്നെ പോയില്ലേ, 15 പേര് പോയില്ലേ. അപ്പൊ അത് വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇത് അപകടം പിടിച്ച താനാണ്. ഇത് നോക്കി കണ്ടെന്നാ അതുപോലെ കണിച്ചലറെ പോലും അങ്ങനെ നടന്നില്ല. അവിടെ ഇതുപോലെ സംഭവിച്ചാണ്. ആര് പറഞ്ഞ ജനം അറിഞ്ഞില്ല, ഒരാളങ്ങനെ അടിച്ചു പോയാണ്. അത് വർഷങ്ങളായാൽ. അപ്പൊ ഈ ഭാഗത്ത് ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് വേണ്ടതാണ്, പാടെ നിരോധിക്കുക. ഇല്ലെങ്കിൽ ഇത് അപകടമാണ്. ജനം കുറയും. ഇപ്പൊ ജനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ സംഭവങ്ങളിപ്പോൾ കൂടുതൽ എല്ലാ അമ്പലങ്ങളിൽ നടക്കുന്നത് 90%. ഈ അമ്പലങ്ങളിലെ കൂടുതൽ കരിമരുന്ന് വേറെ ഓരോരുത്തരില്ല. പാർട്ടി പരിപാടിയൊക്കെ ആണെങ്കിൽ തുച്ഛമായ കരിമരുന്നൊക്കെ ഉണ്ട്. അപ്പൊ അമ്പലങ്ങളിൽ കരിമരുന്നുകൾ വേണ്ടെന്നാണ് ചേട്ടന്റെ അഭിപ്രായം. ഓക്കെ ചേട്ടാ, അതറിയാനായിരുന്നു. ഓക്കെ. അമ്പലങ്ങളിൽ വെടിക്കെട്ട് നടത്തുന്നത് നല്ലതാണ്. പക്ഷെ ആൾക്കാർക്ക് ദോഷമില്ലാത്ത രൂപത്തിൽ അതിനുള്ള സൗകര്യം കണ്ടെത്തി വേണം ചെയ്യേണ്ടത്. കാരണം വെടിക്കെട്ടെന്ന് പറയുന്ന ഒരു അരങ്ങാണ്, ഉത്സവത്തിന് ഒരരങ്ങാണ്. പക്ഷെ നല്ല കാര്യം അത് തന്നെയല്ല, അതുകൊണ്ട് ജീവിക്കുന്ന അനേകം ആൾക്കാരും ഉണ്ട്. അവരുടെ ഉപജീവനം മുട്ടരുതല്ലോ. പക്ഷെ ആ വെടിക്കെട്ട് നടത്തുമ്പം മറ്റ് അനർത്ഥവും ശല്യവും ഉണ്ടാകാത്ത രൂപത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ട് അത് നടത്തണം. ആ ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രൂപത്തിൽ നമുക്ക് നടത്തി പോകണം. ജീവനക്കാരുടെ ഉപജീവനം മുട്ടരുത്. കാരണം ഇതൊരു ഉപജീവനം, ഒരു ബിസിനസ്സുമാണ്. അത് നഷ്ടപ്പെടരുത്. പിന്നെ ജനങ്ങൾക്കും ആനയുണ്ടെങ്കിൽ അതിന് ആർക്കും ഒരു ദോഷം ഉണ്ടാകാത്ത രൂപത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തി വേണം വെടിക്കെട്ട് നടത്തേണ്ടത്. വെടിക്കെട്ട് വേണം, നല്ലതാണ്, കീഴ്വഴക്കങ്ങൾ നല്ലതാണ്. പക്ഷെ സേഫ്റ്റി ഇല്ലാതെ ചെയ്യുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ഭാഗത്തുള്ള പരാജയമാണ്. അതായത് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു സേഫ്റ്റി ഓഫീസർ ഇൻചാർജ് ഒക്കെ ഉണ്ടാവും. അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് അമ്പലക്കാർ തന്നെ അതിന്റെ ഉത്തരവാദിത്വബോധം എടുക്കേണ്ടതാണ് എന്നുള്ളതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, അത്രയല്ലേ ഉള്ളൂ, ഒന്നുമില്ല. ചടങ്ങുകളൊക്കെ നല്ലതാണ്. ആചാരം അനുസരിച്ച് ഇതെല്ലാം വേണ്ടിയതാണ്. പക്ഷെ ഇത് അപകടമാണ്. നമ്മുടെ ഒരു ജീവൻ പോകുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിലാകുമ്പോഴാണ് നമ്മൾ വേദന കൂടുതൽ വരുന്നത്. അപ്പൊ നമ്മള് പറയും ഇത് വേണ്ടെന്ന് പറയും. ഈ രണ്ട് വശമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരാളെ പോയെന്ന് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഇത് വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇതൊക്കെ നമ്മൾ ആഘോഷങ്ങളായിട്ട് കാണണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇതാണ് എന്റെ സത്യാവസ്ഥ. അത് ഔദ്യോഗിക ഭാഗത്ത് വന്ന വിട്ടുവീഴ്ച കുഴപ്പങ്ങളാണ്. അതാണ്.